വെൽക്കം ടു മെക്കോൺ റോഡ്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യാത്ര ഉംലിംഗ്ല ലക്ഷ്യമാക്കിയിട്ടായിരുന്നു. ഇന്നലെ രാത്രി താമസിക്കാനായി സ്റ്റേ ഒരുക്കിയിട്ടുള്ളത് ഒരു ഹോം സ്റ്റേ ആണ്. ഹാൻലേയിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് യാത്ര നേരെ ഉംലിംഗ്ല ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡാണ് ഉംലിംഗ്ല. കുറച്ച് പ്രയാസം താണ്ടിയിട്ടുള്ള 2 റോഡുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഓഫ് റോഡ് വഴി മേലോട്ട് പോകാം, അതല്ലെങ്കിൽ റോഡ് മാർഗം മേലോട്ട് പോകാം. കുറച്ചും കൂടി ത്രില്ലിംഗ് ആയിട്ടുള്ള ഓഫ് റോഡ് റൂട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓഫ് റോഡിങ് റൂട്ടെല്ലാം കംപ്ലീറ്റ് ചെയ്ത് റോഡിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം 15 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉംലിംഗ്ല ടോപ്പിലെത്താം. പക്ഷേ ഉയരം കൂടുന്നതിനനുസരിച്ച് വാഹനത്തിനും ശരീരത്തിനും ഓരോ പ്രയാസങ്ങൾ വന്ന് തുടങ്ങുന്നുണ്ട്. മെയിനായിട്ട് ബൈക്കിന് പുള്ളിംഗ് ഗ്ലസും മിസ്സിങ്ങും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ബ്രീത്തിങ്ങിനും ചെറിയ പ്രോബ്ലം ഫീൽ ചെയ്യുന്നു. നമ്മുടെ മുമ്പിൽ പോകുന്നത് എമയുടെ RX100 ആണ്. 2 സ്റ്റോക്ക് വെഹിക്കിൾസ് ആണ്. കേരളത്തിൽ നിന്നും 2 പേരും ലഡാക്കിലേക്ക് 2 സ്റ്റോക്കുമായി വന്നതാണ്. അവരെല്ലാം ഫുൾ ത്രോട്ടിലാണ് പോകുന്നത്. ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ടും എൻജിൻ റെസ്പോൺസ് കുറവാണ്. അതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ഈ ഡൊമിനറിനും എല്ലാറ്റിനും. ചില സമയങ്ങളിൽ പൂർണ്ണമായിട്ട് തന്നെ വണ്ടിൻ്റെ പവർ ലോസ് ആയിട്ട് വണ്ടി സ്റ്റക്ക് ആവുന്നുണ്ട്. വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്റ്റാർട്ടിങ് ട്രബിളും വരുന്നു. എന്തായാലും മുന്നോട്ട് പോകെ പുതിയ അനുഭവങ്ങളാണ്. ഇപ്പോൾ ഫുൾ ത്രോട്ടിൽ കൊടുത്ത് വണ്ടിയുടെ വലിവെല്ലാം കംപ്ലീറ്റായി സ്റ്റോപ്പായി. അതിനുശേഷം വാർണിംഗ് ലൈറ്റും വന്നു തുടങ്ങി. വീഡിയോസ് എല്ലാം കണ്ടിട്ട് തന്നെ ആയിരുന്നു നമ്മുടെയും യാത്ര ഇങ്ങോട്ടുണ്ടായിരുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ചില സമയത്ത് നന്നായിട്ട് പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. അതിനെ ഉപരി അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് ഈ സൈക്കിൾ ജേണി. ഇത്രയും കഷ്ടപ്പാട് ബൈക്കിലുള്ളപ്പോൾ അവരും സൈക്കിളിൽ എത്തുന്നതിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുക തന്നെ വേണം. അത്രക്കും മനക്കരുത്തുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് എത്താൻ കഴിയുള്ളൂ. അങ്ങനെ ലാസ്റ്റ് ഫൈനലി നമ്മൾ ഉംലിംഗ്ലയിലെത്തി. പക്ഷെ നമ്മുടെ ഈ 30 ദിവസത്തെ യാത്രയിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയ ഒരു നിമിഷം ഇത് തന്നെ ആയിരുന്നു. ഉംലിംഗ്ലയിൽ എല്ലാവരും എത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിനുള്ളൊരു എനർജിയോ ആരോഗ്യമോ ഒന്നും നമുക്ക് ബാക്കിയില്ല. ജസ്റ്റ് മാക്സിമം പോയ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉംലിംഗ്ലയിൽ നിന്ന് ഇറങ്ങണം. കാരണം അത്രക്കും ക്ഷീണം, അതുപോലെ ബ്രീത്തിങ് ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവൻ പോയി എന്ന് വിചാരിച്ച നിമിഷങ്ങളായിരുന്നു. പേടിച്ച് ആകെ ഒരു വിധമായി. കാരണം പെട്ടെന്ന് സഡനായിട്ടേ നല്ല ഹെവിയായ വിൻഡാണ്. സമ്മറിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും നല്ല തണുത്ത കാറ്റ്. ഒരു 14 ഡിഗ്രിക്കൊക്കെ ആ റേഞ്ചിലാവും. അവിടുത്തെ വെള്ളം ഒലിക്കുന്നൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഐസായിട്ടുണ്ടോ എല്ലാം പെട്ടെന്ന് എസ്കേപ്പ് അടിച്ച് പോകുന്നു. 1 മിനിറ്റ് കൂടുതൽ അവിടെ നിന്നിട്ടില്ല. ഈ കയറിയിൽ പകുതിയിലേറെ ആൾക്കാർക്കും ഇതുപോലത്തെ അസുഖങ്ങൾ വയ്യായിമാണ്. ഇതൊരു മിലിറ്ററീൻ്റെ ചെറിയൊരു ക്യാമ്പാണ്. ഇവിടെ വന്നിട്ട് ചൂടുള്ള എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ഇവിടുന്ന് വേഗം എക്സിറ്റ് അടിക്കാണ്. എന്തായാലും ഞങ്ങൾ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് അശ്വിനി ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ വെച്ച് പരിചയപ്പെട്ട അമ്മമാരാണ്. നമ്മുടെ അമ്മമാരുടെ കൂടെ ഏജ് ഇല്ല. 4 പേരും ഒരുമിച്ച് നാട്ടിൽ നിന്ന് ഈ കാശ്മീർ യാത്രകൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയവരാണ്. വലിയ സന്തോഷം. ഇവരുടെ അടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു.
എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ കിട്ടി. തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര തന്നെ ഒന്നും കൂടി സന്തോഷകരമാക്കി തന്നു. ആഷിം ബ്രോക്കും എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. സന്തോഷമാണ് ഇങ്ങനെ കാണുന്നതേ. നാട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് മലയാളീസിനെ കാണുമ്പോൾ ഒരു സന്തോഷം. ഇന്നത്തെ സ്റ്റേക്കുള്ളൊരു സെറ്റപ്പ് കിട്ടിട്ടോ. ഒരു രക്ഷയില്ലാത്ത റോഡ്, വല്ലാത്ത കണ്ടീഷൻ. ന്യൂമേലാണുള്ളത്. ഇവിടെ ചായ എടുക്കാൻ വേണ്ടി കയറിയായിരുന്നു. അപ്പോൾ ചായൻ്റെ കൂട്ടത്തിൽ മൂപ്പര് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അവരുടെ വീട് പുതിയ വീടാണ്. അതൊരാൾക്ക് 700 രൂപയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക്സ് പറയണം. എല്ലാം ഞാനത് എത്തിയത്. ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന റൂം. ഇന്നത്തെ സിറ്റുവേഷൻ ഒന്നുണ്ടായ അസുഖങ്ങൾക്കൊക്കെ ബെസ്റ്റ് തന്നെയാണ്. കാരണം ഒന്ന്, തണുപ്പിനെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ പക്ക ഫ്രഷാണ് എല്ലാം. 3, അവരുടെ ട്രഡീഷണൽ ഫുഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെന്ന്. ഓക്കെ ജി, താങ്ക് യു. आप लोग भी आओ ना, साथ ही खाएगा. ഓക്കെ. ഇതൊരു വീടാട്ടോ. പുറത്തുനിന്ന് നോക്കിയാൽ പറ്റ ചെറിയൊരു വീട്, ഉള്ളിൽ കയറിയാൽ എല്ലാ സെറ്റപ്പും അങ്ങനെയാണ് വേണ്ടത്. പുറം കാണാൻ ഭംഗി കിട്ടിയിട്ട് കാര്യമില്ല, അകമാണ് ഭംഗി വേണ്ടത്. അല്ലേ ജാബ്ര? ഭയങ്കര ഇഷ്ടമായി. നമ്മളെ നാട്ടിൽ ആരോ വീടും ഇങ്ങനെ ഉണ്ടാവില്ല. അതെ അല്ലേ? ഇതാണ് നമ്മളെ ഭയ്യ.